അപ്പോൾ വായനാ ദിനാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കഴിഞ്ഞ വായനാ ദിനത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പുസ്തകം എടുത്തിരുന്നു. ഇഷ്ടമാരൊക്കെ നിർബന്ധിച്ചിട്ട് എടുത്തതാണ്. അവ അത് 4-5 പേജ് വായിച്ചിട്ട് പിന്നെ അത് പൂട്ടി വെച്ചതാണ്. പിന്നെ ഇപ്പോൾ വരുന്നത് ഈ വായനാ ദിനത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കാണ്, ഇതിപ്പോൾ ഇപ്പോൾ എന്താ എൻ്റെ അവസ്ഥ? ഇപ്പോൾ പുസ്തകം എന്തെങ്കിലും വായിക്കണ്ടോ? ഇപ്പോൾ വായിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇന്നലെ ഒരെണ്ണം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്നുള്ള പുസ്തകം. ആ പുസ്തകത്തെ പറ്റി പറയുമ്പോഴേ ആ പുസ്തകം എഴുതാനിടയാക്കുന്ന സംഭവം അദ്ദേഹം ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്ന 2-3 ടീച്ചർമാർ അദ്ദേഹത്തെ സമീപിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും റൊമാൻറ്റിക് സ്റ്റോറി ഒന്ന് നോവലാക്കി എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നടക്കാത്ത അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറി അദ്ദേഹം എഴുതിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കാണിച്ച് വായിപ്പിച്ചതിന് ശേഷമാണ് അനുവാദം ചോദിച്ചിട്ടാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഡെപ്ത് ആ സ്റ്റോറിക്കുണ്ട്. അതൊന്നാമത് നടന്ന സംഭവമാണ്, അതുകൊണ്ടായിരിക്കണം ഇന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തും അത്രയും വ്യത്യസ്തമാണ്. ഓരോ വരികൾക്കും വർണ്ണനകൾക്കും അതിൻ്റെ വ്യത്യസ്തമായ സാഹിത്യ വാക്കുകൾ കൊണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞു നമ്മൾ ഈ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലുള്ള വരികളുടെ വാക്കുകളുടെ ഘടനയും സാഹിത്യ ഭാഗങ്ങളൊക്കെ വല്ലാത്തൊരു ഫീലായിരുന്നു. വാക്കുകൾക്ക് പറയുമ്പോൾ ഭയങ്കര മൂർച്ചയുള്ള സംഗതിയാണ്. അതിൻ്റെ ആവിഷ്കാരമൊക്കെ ഭയങ്കര ഭംഗിയിലാണ്. അപ്പോൾ ഈ വാക്കും ഇപ്പോൾ ഓർമ്മ വരും, പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും ചിന്തിച്ച് നോക്കുമ്പോൾ വാക്കും വാളും അത് ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ സ്വേഡ് വേർഡ് രണ്ടിലും ഉപയോഗിച്ചുള്ളത് രണ്ടും ഒരേ പദങ്ങളിലാണ് വരുന്നത്. സ്വേഡ് വേർഡ് എന്ന് പറയുമ്പോൾ പക്ഷേ രണ്ടും മുറിവേൽപ്പിക്കുന്നതാണ്. പക്ഷേ സ്വേഡിനേക്കാൾ മുറിവേൽപ്പിക്കുന്ന സാധനമാണ് വേർഡ് എന്നുള്ളത്, വാക്ക്. അപ്പോൾ ഈ വാക്കിനെ നമ്മൾ ആവിഷ്കരിച്ച് നോക്കുമ്പോൾ നമ്മൾ എഴുത്തുകാരിൽ വന്നിട്ടുള്ള അവരെ ഉപയോഗിച്ചുള്ള വാക്കുകളൊക്കെ പലതരത്തിൽ പല ആൾക്കാരും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയെ സ്വാധീനിച്ച ആൻഡോ ദി ഫാസ്റ്റ് എന്നൊരു പുസ്തകമാണ് ഗാന്ധിജിയെ ആക്കിയത്. അതുമാതിരി അബ്രഹാം ലിങ്കനെ ലോകം കണ്ട വലിയ അമേരിക്കൻ പ്രസിഡന്റ് ആക്കിയത് അവിടുത്തെ ഫോമർ പ്രസിഡന്റായ ജോർജ് വാഷിങ്ടണിൻ്റെ ലൈഫ് സ്റ്റോറി വായിച്ചിട്ടാണ്. ലൈഫ് സ്റ്റോറി നിത്യം വായിക്കുന്ന ആളായിരുന്നു അബ്രഹാം ലിങ്കൻ. അത് വായിച്ചിട്ടാണ് മൂപ്പരെ ഇത്രയും വലിയൊരു ആളാക്കിയത്. അങ്ങനെ പലതരത്തിൽ ഉമറുള്ളാഹിൻ്റെ ചരിത്രം നോക്കിയാലും വായനയിലൂടെയാണ് ഇസ്ലാമിലേക്ക് കടന്നത്. അപ്പോൾ വായന ഈ ഒരു വാക്കുകൾ വായനയിൽ ഉപയോഗിച്ചുള്ള ഈ എഴുത്തുകാർ ഉപയോഗിച്ചുള്ള വാക്കുകൾ പലതരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാനിപ്പോൾ അടുത്തിടെ കാലങ്ങളിൽ എം.ടിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എം.ടിൻ്റെ ആദ്യം വായിച്ചത് ഞാൻ കാലം എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ കാലം ഇന്ത്യയിലെ മലയാളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ നോവൽ എന്ന് അവകാശപ്പെടുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് തരുന്നത്, ഞാൻ ഈ വാരികളിലൊരു എഴുത്ത് എഴുതിയായിരുന്നു. ആ എഴുത്ത് വന്നതിനെ തുടർന്ന് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ എനിക്ക് സമ്മാനം തന്നൊരു പുസ്തകമാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് ഞാൻ എം.ടിൻ്റെ ആ സാഹിത്യ ശൈലിയൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ എം.ടി എന്ത് ചെയ്യുന്നുണ്ട്, കാലം എന്നുള്ള സാഹിത്യകൃതി സാഹിത്യത്തിൻ്റെ ഒരു പുഴയാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയിൽ പറയുന്നുണ്ട്, ഇപ്പോഴും ജീവിക്കുന്ന ഓരോ വരികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എം.ടി പറയുന്നുണ്ട്, ഈ കോളേജ് വിട്ട് വരുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, സ്കൂളൊക്കെ കഴിഞ്ഞ് വരികയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എം.ടി അതിലെ കഥാപാത്രം പറയുന്നുണ്ട്, തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ സ്കൂൾ വിട്ട് വരിക തന്നെയാണ് പറയുന്നത്. കോളേജ് വിട്ട് വരികയാണെന്ന് ആളുടെ അടുത്ത് കോളേജും സ്കൂളും തമ്മിലുള്ള വ്യത്യാസം പോയിട്ട് ആളടുത്ത് പറഞ്ഞ് പഠിപ്പിക്കാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ പല സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മളടുത്ത് പല കാരണക്കാരും ചോദിക്കുന്നുണ്ടാവും, നമ്മൾ കോളേജ് വിട്ട് വരുമ്പോൾ സ്കൂൾ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും ജീവനുള്ള വാക്കുകളാണ്. അന്ന് എഴുതിയ ആ നോവൽ ഇത്രയും വലിയ ജീവനുള്ള വാക്കുകളായിട്ട് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാലത്തുനിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ നാലുകെട്ടും അവർ പല കൃതികൾക്കും നീങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യം പലതരത്തിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലവും നാലുകെട്ടും തമ്മിലുള്ള കമ്പാരിസനെ പറ്റി ഇപ്പോൾ പറഞ്ഞപ്പോൾ ആ 2 പുസ്തകങ്ങളിൽ മാത്രമല്ല ആ വ്യത്യാസം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ എം.ടി പോലെയുള്ള മുകുന്ദൻ മാഷ്, പിന്നെ നമ്മുടെ മറ്റു വലിയ വലിയ എഴുത്തുകാരുടെ എല്ലാം കൃതികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞത് പോലെ സാഹിത്യമായിട്ട് ഇങ്ങനെ നല്ല ഒഴുക്കി ആ ലാംഗ്വേജ് അത്രയും ക്വാളിറ്റിയുള്ള ഡെപ്തിൽ കൊണ്ട് വെച്ചിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും ട്രെൻഡായി കാണുന്ന പല പുസ്തകങ്ങളും ആ പുതിയ എഴുത്തുകാരൊക്കെ എഴുതിയിരിക്കുന്ന ആ ശൈലി നോർമൽ രീതിയിലാണ്. ഒരു പുസ്തകമായിട്ട് തീരെ അടുപ്പമില്ലാത്ത ഒരാൾക്ക് ഏതൊരു രീതിയിലും എളുപ്പമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ 2 തരത്തിലുള്ള എഴുത്തുകൾ 2 തരത്തിലുള്ള വായനക്കാരെ സൃഷ്ടിച്ചുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ പറയുന്നത്, കുറേ വായനക്കാരുണ്ട്. ഇങ്ങനെ വായനക്കാരുണ്ട് വെച്ചാൽ ഏത് വായിക്കണം എന്നുള്ള നമ്മൾ തിരഞ്ഞെടുക്കണ്ടേ.
ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ വായനകൾക്ക് നമുക്ക് കുറേ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പത്രങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പഴയ കണക്കനുസരിച്ച് ഞാൻ ഇപ്പോൾ അടുത്ത് വായിച്ചതാണ്. ഒരു പഴയ കണക്കനുസരിച്ചിട്ട് ഒരു വർഷം പ്രതിവർഷം എന്ത് ചെയ്യുന്നുണ്ട്, 12,000 കോടി പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ 12,000 കോടി പത്രങ്ങളിൽ നിന്ന് നമ്മൾ അത് മൊത്തം നിവർത്തി വെച്ചാൽ ഒരു കണക്ക് പറയുന്നത് 10,550 ചതുരശ്ര മൈൽ വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതൊക്കെ നമ്മൾ ഓരോ സെക്കൻഡും ഓരോന്ന് വെച്ച് എണ്ണിയാലും 333 വർഷം വേണ്ടി വരും. അത് മൊത്തം എണ്ണാൻ മാത്രം വേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ മൊത്തം വായിക്കുക എന്നുള്ളത് എന്തല്ല, സാധ്യമല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എങ്ങനെ നമ്മൾ വായിക്കണം, ഏതിൽ വായിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ടാണ്, കാരണം ഇൻഫർമേഷൻ്റെ പ്രളയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തികൾക്ക് എന്താണ് വായിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തത്. ഈ വായനയുടെ ഈ പരിവർത്തന ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമകാലത്തൊന്നും എഴുത്തും വായനയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലെല്ലാം വഴി നോക്കി മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനൊക്കെ ആളുകൾ പ്രകൃതിദത്തമായ മൃഗങ്ങളെയോ പക്ഷിയോ ആശ്രയിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടും നോക്കിയിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും. സമയം പോലും തീരുമാനിക്കപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ്. അതിനുശേഷം എഴുത്ത് താലിയോലയിലും പാറകളിൽ നിന്നും മാറി അച്ചടി യന്ത്രമൊക്കെ ഇറക്കപ്പെട്ടുന്ന സമയത്താണ് ശരിക്ക് വായന വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തീരെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവുമ്പോൾ സമൂഹത്തിലുണ്ടാവുന്നൊരു സ്വീകാര്യത ഉണ്ടല്ലോ, അതൊന്ന് വായനയ്ക്ക് കിട്ടി. കാരണം ആളുകൾക്ക് പിന്നെ മറ്റൊരു മേഖലയ്ക്ക് കടക്കാൻ സ്കോപ്പില്ല, വായനയുള്ളൂ എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും പത്രവായനയാണെങ്കിലും ലക്ഷക്കണക്കിന് ദിനപത്രങ്ങളാണ് അതോട് അടിച്ചിടാൻ തുടങ്ങിയത്. പിന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ ആളുകൾ വായിച്ച് തുടങ്ങി. അപ്പോൾ ഈ കാലത്തിന് ശേഷം ഇന്ന് 2026 ടെക്നോളജി എയും ഇനിയിപ്പോൾ CIയും GI ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ വായന മാറിക്കൊണ്ടിരിക്കുന്നു, ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പുസ്തക വായനയിൽ നിന്ന് മാറി പുതിയ തരം ആപ്പുകളും അതും ഓഡിയോ കേൾക്കാൻ മറ്റുള്ള സൗകര്യത്തിലുള്ള ആപ്പുകളിലൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ടെക്നോളജിയിലേക്ക് ആളുകൾ ഇറങ്ങി ചെല്ലുന്നതുകൊണ്ടുള്ള ഇൻഫർമേഷൻ്റെ പ്രളയം കൊണ്ടാണ് ആളുകൾക്ക് എന്ത് വായിക്കണം അല്ലെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കണം എന്ന തീരുമാനത്തിൽ എത്താൻ പറ്റാത്തത്. ശരിയാണ്. പുതിയ തരത്തിൽ നമ്മൾ ആധുനിക വായന നോക്കുമ്പോൾ പലരും പറയുന്നുണ്ട് ഈ പുതിയ കാലത്ത് വായന മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്ത് നമ്മളൊക്കെ ജെൻസികൾ എന്നറിയപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ പുതിയ കാലത്ത് ഇപ്പോൾ വായനയൊക്കെ ഫോണിലൂടെ തന്നെ ലഭ്യമാണ്. അപ്പോൾ ഫോണും ഈ പുസ്തകവും രണ്ടും ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്. ഫോണായാലും പതിരെ ഒരു കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ പിടിച്ചിരുത്താണ്. പുസ്തകമാണെങ്കിലും അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണെങ്കിൽ കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ പിടിച്ചിരുത്താണ്. രണ്ടും ചെയ്യുന്നത് ഒരേ സ്വഭാവം തന്നെയാണ്. പക്ഷേ വ്യത്യാസപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഷമാസ് പറഞ്ഞ പോലെ പുതിയ കാലത്തുള്ള സാങ്കേതിക വിദ്യകളും മറ്റും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വിവരങ്ങളും മറ്റും കിട്ടുന്നുണ്ട്. പുസ്തകങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരു വിഷയമാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കണ്ടെത്തി എവിടെയാണ് പുസ്തകം ലഭ്യമാവുക നോക്കിയിട്ട് നമ്മൾ ആ പുസ്തകം കണ്ടെത്തിയിട്ട് നമ്മൾ വേണം വായിക്കാൻ. അപ്പോൾ ഈ ഒരു ആൽഗോരിതം ഇതിന് എങ്ങനെയാണ് പുസ്തകം എങ്ങനെ വായിക്കണം, ഏത് തരത്തിൽ വായിക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന പുതിയ കാലത്തെ മക്കളെ, അതായത് പുതിയ തലമുറയെ എങ്ങനെ വായിപ്പിക്കണം, എവിടുന്ന് വായിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പം പറഞ്ഞു വരുന്നത് ജെൻസി യൂസേജസ്. ഇപ്പോൾ ജെൻസി വായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജെൻസി യൂസേജസ് പല ആൾക്കാർക്കും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ യൂസേജ് ഇപ്പോൾ കുറേ തരത്തിൽ നമ്മൾ കാണലുണ്ട്. ഓരോ പല പ്ലാറ്റ്ഫോമിലായിട്ട് അവരുടെ യൂസേജസ് അതിനായിട്ട് തന്നെ കുറേ എഴുത്തുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജെൻസി യൂസേജസ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ജെൻസി എന്ത് ചെയ്തിട്ടില്ല, പിറകോട്ട് പോയിട്ടില്ല. ഈ വായന മരിക്കുന്നു എന്ന് നമ്മൾ ഈ പുതിയ തലമുറയെ പഠിപ്പിച്ച് അവരെ വായന മരിക്കുന്നു, വായന അവർ വായിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്ക് പലതരത്തിൽ അതിനെ സമർത്ഥിക്കാൻ സാധിക്കും. ഈ വായന മരിക്കുന്നില്ല എന്നുള്ള ഇതിനെപ്പറ്റി എല്ലാ വർഷവും വായന ദിനടുക്കുന്ന സമയത്ത് ഉള്ളൊരു സ്വാഭാവികതയാണ്. കാരണം ഒന്നല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസറോ ഇങ്ങനെ അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അല്ലെങ്കിൽ പത്രം വഴിയെല്ലാം നൽകുന്നൊരു കോട്ടാണ് പുതിയ സമൂഹം അല്ലെങ്കിൽ ജൻസി വിഭാഗത്തിൽ വായന മരിച്ചുകൊണ്ടിരിക്കുന്നുള്ള പ്രയോഗം. സത്യത്തിൽ അതിൻ്റെ ഒരു കാരണം ഒരു തെറ്റിദ്ധാരണയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം പണ്ട് കാലത്തും ഇക്കാലം തമ്മിലുള്ളൊരു കമ്പാരിസൺ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് കാലത്ത് പുസ്തകമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാടുകളിലെല്ലാം കേന്ദ്രീകൃതമായിട്ട് ലൈബ്രറി സംവിധാനം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ക്ലബ്ബ് വഴിയാണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മ വഴിയാണെങ്കിലും ഒരു ലൈബ്രറി എല്ലാ നാടുകളിലും നിർബന്ധമായിരുന്നു. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ ആളുകൾ ലൈബ്രറിയിൽ സംഘടിത വായന നിലവിലുണ്ടായിരുന്നു.
കൂട്ടമായുള്ള വായന, പത്രമായിക്കോട്ടെ, മറ്റു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളായിക്കോട്ടെ, നോവലായിക്കോട്ടെ, മറ്റേത് കാറ്റഗറി ആളുകൾ കൂട്ടമായിരുന്നുള്ള വായന അന്ന് പുറമെ ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ കാലം മാറി ഇന്ന് പുതിയ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ അവിടെ പോയി ചെന്നുകൊണ്ട് കൂട്ടമായി വായിക്കേണ്ട സാഹചര്യം നിലവിലില്ല. കാരണം ആളുകളുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ടാബ് ഉണ്ട്, മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെ തന്നെ എന്താണ് വായിക്കേണ്ടതെന്നുള്ള സ്വയം തീരുമാനത്തോടു കൂടി സ്വന്തം ചിന്തിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരുന്നുള്ള വായന ഇപ്പം നടപ്പിലാക്കാൻ സാധിക്കും. അതുകൊണ്ടുള്ള കൂട്ടായുള്ള ആ വായന എന്ന് പുറമെ കാണാത്തത് കൊണ്ടുള്ള തെറ്റിദ്ധാരണയുള്ള പ്രയോഗമാണ് ഈ വായന മരിക്കുന്നത്. വായന മരിക്കുന്നില്ല നമുക്ക് സമർത്ഥിക്കാല്ലേ. അപ്പോൾ വായന മരിക്കുന്നില്ല. അപ്പൊ ഈ വായനാ വാരം നമുക്ക് എന്താക്കാം, വായന മരിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പൊ വായന ഇപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നത്, വായന ഒരു കാലത്തും പ്രത്യേകിച്ച് ഇക്കാലത്തൊന്നും മരിച്ചിട്ടില്ല, അതിനെ നിങ്ങളായിട്ട് കൊല്ലാതിരുന്നാൽ മതി എന്നാണ് പറയാനുള്ളത്.